അതായത് ഞങ്ങളിപ്പം വഡോദര എത്തിയിരിക്കുകയാണ്. ബറോഡ എന്നറിയപ്പെടുന്ന വഡോദര. അപ്പോൾ ഇന്ന് ഇവിടെ ഒരു ലക്ഷ്മി വിലാസ് പാലസ് മെയിനായിട്ട് കാണാനുള്ളതാണ്. അത് കാണാൻ പറ്റില്ല, കാരണം പാഴ്സി ന്യൂ ഇയർ ആയത് കാരണം ഇന്ന് ലീവാണ്. ഈ വഴി പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു കൊട്ടാരമായിരുന്നു അത്. അങ്ങനെ 3 കാഴ്ചകളാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങൾക്ക് സ്കിപ്പ് ഓഫ് ചെയ്യാണ്. ഞങ്ങൾ വഡോദരയെ സ്കിപ്പ് ഓഫ് ചെയ്യാണ്. ബറോഡയിലെ ആർട്ട് മ്യൂസിയം, ആ മ്യൂസിയമാണ് സെക്കൻഡ് കാണേണ്ടത്. അതും ക്ലോസ്ഡ് ആണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കേരളത്തെ ബന്ധപ്പെടുന്ന ഒരു മ്യൂസിയം ആയിരുന്നു അത്. അത് 2 എണ്ണം ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. എന്തായാലും അത് സ്കിപ്പ് ചെയ്ത് ക്ലോസ്ഡ് ആണ്. പിന്നെ അത് കാണാനായിട്ട് നിക്കണം ഇന്നിവിടെ. അപ്പൊ അതിനോട് താല്പര്യമില്ല. അപ്പൊ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആ ടൈം കുറവാണ്. അപ്പൊ അത് കാരണം വഡോദര സിറ്റിയെ, ബറോഡ എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തെ വളരെ പ്രാചീനമായ ഒരു സ്ഥലമാണത്. അതിനെ സ്കിപ്പ് ചെയ്ത് പോകുകയല്ലാതെ രക്ഷയില്ല. എന്തായാലും ഞങ്ങൾ ഈ സിറ്റിയിൽ നിന്ന് ഇനി കുറച്ചുകൂടെ ദൂരം യാത്ര ചെയ്താലേ യൂണിറ്റി ബിൽഡിങ് സ്റ്റാച്യൂസ് ഞങ്ങൾക്ക് നാളെ ഏർലി മോർണിംഗ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. നാളെ ഒരു 8:30-9 മണിക്ക് അത് തുറക്കുമ്പോൾ തന്നെ അതിൻ്റെ മുമ്പിൽ എത്തുക, അത് കാണുക, എന്നിട്ട് വീണ്ടും യാത്ര തുടങ്ങുക. അഹമ്മദാബാദ്, വളരെ പ്രധാനപ്പെട്ട ഗാന്ധിനഗർ, 3ാമത്തെ സിറ്റിയായ വഡോദര. ഇത് ഒരു സിംഗിൾ ലൈനിലാണ് നിൽക്കുന്നത്. മാത്രമല്ല ഗുജറാത്തിനെ ടച്ച് ചെയ്ത് പോകേണ്ടി വരുമ്പോൾ ഒരുപക്ഷെ ഈ സൈഡിൽ നമ്മുടെ മാപ്പിൽ കാണും. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ വരുമ്പോൾ നേരെ വരുന്ന ഒരു സ്ഥലമാണ് ഈ മൂന്ന് സ്ഥലങ്ങളും. പിന്നെ വളരെ ആ ഒരു കോർണറിലാണ് ദ്വാരകയും അതുപോലെ അടുത്ത കോർണറിൽ റാൻ ഓഫ് കച്ചും വരുന്നത്. അഹമ്മദാബാദിൽ വെച്ച് മിസ് ചെയ്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമം. ഗാന്ധിജിയുടെ ആശ്രമമാണ് ഞങ്ങൾ സബർമതി ആശ്രമം മിസ്സായി. ഇനി ഒരു ആശ്രമം കൂടെ ഉണ്ട്. അത് മഹാരാഷ്ട്രയിലെ വാർധ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗാന്ധിജിയുടെ ആശ്രമമാണ്. ആ വഴി ഞങ്ങൾ പോകുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല, കാരണം പലപ്പോഴും ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഔറംഗാബാദാണ്. അപ്പോൾ ഔറംഗാബാദ് എന്തായാലും വാർധയായിട്ട് ടച്ച് ചെയ്യാനുള്ള ചാൻസസ് കുറവാണ്. അപ്പോൾ ഔറംഗാബാദ് വഴി വരുമ്പോൾ അതിനടുത്ത് നമ്മൾ ട്രാവൽ റൂട്ടിൽ നമ്മൾ അടുത്ത് തന്നെ യാത്ര ചെയ്യുമ്പോഴും വളരെ അടുത്തുകൂടെ യാത്ര ചെയ്യുമ്പോൾ, അതായത് ഒരു 50 കിലോമീറ്റർ 40 കിലോമീറ്ററിൻ്റെ അടുത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള 2-3 സംഭവങ്ങളുണ്ടാവും. അത് സ്കിപ്പ് ചെയ്യേണ്ടി വരും, മനഃപൂർവ്വം അല്ലെങ്കിലും സ്കിപ്പ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ ട്രാവൽ പാത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകും. അതാണ് ഒരു പ്രശ്നം. സിക്സാക്ക് ആയിട്ട് വണ്ടി ഓടിച്ച് നമുക്ക് ഒരു സ്ഥലത്ത് പോയി വീണ്ടും മെയിൻ റോഡിലോട്ട് കയറി വീണ്ടും പിന്നെ അടുത്തൊരു സ്ഥലത്തേക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു ഡയറക്ഷനിലേ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട 2-3 സംഭവങ്ങൾ മിസ്സാവും. അങ്ങനെ മിസ്സാവുന്നത് ഞങ്ങൾക്ക് ഇനി വരുന്നത് ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്യുമ്പോൾ മിസ്സാവുന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് മഹേശ്വറിനേക്കാളും കുറച്ചും കൂടെ മുകളിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് ഉജ്ജയിനൊക്കെ വളരെ പ്രാധാന്യമുള്ള, വളരെ വർഷങ്ങൾ പഴക്കമുള്ള ഇന്ത്യയിലെ ഹെറിറ്റേജ് ആയിട്ടുള്ള സിറ്റികളാണ്. അപ്പോൾ അത് മിസ്സാവും. പക്ഷെ അത് മിസ്സാവാതിരിക്കാൻ കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്യുമ്പോൾ അതൊരു റൂട്ടാണ്. അതായത് മഹേശ്വറിൽ വരും, നമ്മൾ കർണാടകയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ട്രാവൽ ചെയ്ത് കർണാടക വഴി ഒരു നേരെ നമ്മൾ ആഗ്രയിലേക്ക് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു റൂട്ടിൽ വരുന്നതാണ് മഹേശ്വർ. അതിനുശേഷം ഉജ്ജയിന് ശേഷം
ഗുണയ്ക്ക് ശേഷം ആഗ്ര അങ്ങനെ കിട്ടും. അല്ലെങ്കിൽ ഗുണയെന്ന് കുറച്ച് ഡൈവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗോളിയോർന്ന് ആഗ്ര. അപ്പോൾ ഇങ്ങനൊരു സർക്യൂട്ടാണ്, ഒരു സിംഗിൾ സർക്യൂട്ടാണ്. 3 ദിവസം കൊണ്ട് ആഗ്രയിലേക്ക് എത്താവുന്ന ഒരു സർക്യൂട്ടാണ്. ഞങ്ങൾ വന്നിരിക്കുന്നത് വളരെയധികം കറങ്ങി തിരിഞ്ഞാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇപ്പോൾ ഈ രേഖയിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ വഡോദര എന്ന് പറഞ്ഞ ടൗണിന്റെ ഔട്ടർ റിംഗ് റോഡിലൂടെ ഞങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. 2 കിലോമീറ്റർ ആണ് വഡോദരയിലേക്ക്. എന്താണ് വാഴകൃഷി കുറെ കണ്ടല്ലോ. വാഴ, ചേന, നമ്മുടെ കേരളത്തിലുള്ള പല കൃഷി. കൃഷി കുറച്ച് കുറവ് കണ്ടത് പിന്നെ രാജസ്ഥാനിലാണ്. പിന്നെ രാജസ്ഥാനില് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഒരു പ്രശ്നം കൂടെ കല്ലിന്റെ. പിന്നെ ഉള്ളത് മണല്, കാർ മരുഭൂമിയുടെ ഭാഗമായിട്ടുള്ള അങ്ങോട്ടാണ് നമ്മൾ പോയത് കൂടുതലും. ഈ സൈഡിലും അങ്ങനെ കൃഷിയൊന്നും അത്ര കണ്ടില്ല. ലോത്തലിൽ നിന്ന് എക്സാക്ട്ലി 127 കിലോമീറ്ററാണ് വഡോദര എന്ന് പറയുന്ന സിറ്റിയിലേക്കുള്ളത്. ഏതാണ്ട് 2.5 മണിക്കൂർ ദൂരമാണ് പിന്നിടുന്നത്. നമ്മുടെ അമുൽ ഫാക്ടറിയൊക്കെ വരുന്ന ആനന്ദിൻ്റെ ഹൈവേയിലോട്ട് കയറിയതാണിപ്പോൾ. ആനന്ദ് മുതൽ വഡോദര വരെയുള്ള ഒരു ഹൈവേ ആണ് ഈ കാണുന്നത്. വഡോദര സിറ്റിയിലേക്ക് ഇനി വെറും 6 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. വഡോദര സിറ്റി തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് വഡോദര സിറ്റിയുടെ തുടക്കം. വഡോദര സിറ്റി കഴിഞ്ഞ് കുറച്ച് മുൻപിലോട്ട് എത്തിക്കഴിയുമ്പോൾ, കുറച്ച് കിലോമീറ്റർ കഴിയുമ്പോഴത്തേക്ക് വളരെയധികം ഈ കാണുന്ന രീതിയിലുള്ള കൃഷിസ്ഥലങ്ങൾ, പ്രധാനമായിട്ടും ജൂട്ട് കൃഷിയാണ്, കോട്ടൺ കൃഷിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഗുജറാത്തിൻ്റെ ഭൂരിഭാഗം കൃഷി പ്രദേശങ്ങളും ഈ ഭാഗത്ത് ജൂട്ട് കൃഷിയാണ്. ഇവിടുന്ന് ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ റോഡിലേക്ക് കയറി വന്നു. ഇവിടെയും ചെറിയ ഗ്രാമങ്ങളെല്ലാം പിന്നിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാണുന്നത് കോട്ടൺ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള പാടങ്ങളാണ്. കണ്ണെത്താ ദൂരം കോട്ടൺ കൃഷിയാണ്. അത് കഴിയുമ്പോൾ നമ്മുടെ മുമ്പിലൊരു ഗേറ്റ്, ഏകത എന്ന് പറഞ്ഞൊരു ഗേറ്റ് കാണും. ആ ഗേറ്റിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്കുള്ള കവാടം. വളരെ മനോഹരമായിട്ട് അലങ്കരിച്ചിരിക്കുന്ന ദീപാലങ്കാരത്തോടു കൂടിയുള്ള റോഡാണ്. വളരെ മനോഹരമായ റോഡാണ്. ഈ പ്രദേശം തന്നെ മാറ്റിമറിച്ചിരിക്കുന്ന രീതിയിലാണ് നമുക്ക് രാത്രിയെല്ലാം കാണാൻ പറ്റുന്നത്. വളരെ മനോഹരമാണ്. നീറ്റ് ആൻഡ് ക്ലീനായാണ് ഈ സ്ഥലം വെച്ചിരിക്കുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അങ്ങോട്ട് നമ്മൾ കടന്നു. ഇനി ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ വലിയൊരു ഏരിയയിലോട്ടാണ് കടന്നു പോകുന്നത്.
രസമല്ലേ ഇത് ചെയ്തത്, ഈ ലൈറ്റിങ്ങിന്റെ സിസ്റ്റം. ഓരോ കുറച്ച് മീറ്റർ കഴിയുമ്പോൾ റോഡിൻ്റെ രണ്ട് വശവും ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് അലങ്കരിച്ച് മനോഹരമായി വെച്ചിരിക്കുകയാണ്. രാത്രി മുഴുവനും നല്ല കളർഫുൾ ലൈറ്റായിട്ട് വളരെ മനോഹരമാണ് ഈ ഏരിയ. ഞങ്ങൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്ത് വന്നിരിക്കുകയാണ്. ഈ രാത്രിയിൽ ഇവിടെ നടക്കുന്ന ഒരു ലേസർ ഷോ കാണാനാണ് വന്നിരിക്കുന്നത്. ഗംഭീര ലേസർ ഷോയാണ്. ഒരു സൈഡിൽ നമ്മുടെ സ്റ്റാച്യു, പട്ടേലിൻ്റെ സ്റ്റാച്യു, നേരെ ഓപ്പോസിറ്റ് സർദാർ സരോവർ ഡാം, അവിടെയുള്ള ഒരു ലേസർ ഷോ. അങ്ങനെ ഒരേ സമയം രണ്ട് ലേസർ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ക്യാമറയുടെ പരിമിതി കൊണ്ട് എനിക്കത് കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഡിഫറെൻറ്റ് ലൈറ്റിൽ കുറേ സമയമായി തുടങ്ങിയിട്ട്. ഒരു ചെറിയ ഷെയ്ഡ് പോലെ ഈ കാണുന്ന നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ സംഭവങ്ങളും പട്ടേലിൻ്റെ സംഭാവനകൾ, അതുപോലെ അദ്ദേഹം ചെയ്തിട്ടുള്ള നമ്മുടെ പല രാജ്യങ്ങളെ, പലതായി കടന്നിരുന്ന രാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ഹിസ്റ്ററിയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ കണ്ട സ്ഥലത്ത് നിന്ന്, ആ എൻട്രൻസ് ഗേറ്റിൽ നിന്ന് പിന്നീട് ഒരു ബസ്സിലാണ് നമ്മളെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നത്. കൗണ്ടറിൽ പോയി നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ അടുത്തേക്ക് അവിടുത്തെ തന്നെ ബസ്സിൽ കൊണ്ടുവരും. അതേപോലെ തന്നെ ഷട്ടിൽ സർവീസസ് ആയിട്ടാണ്. നമ്മൾ ഒരു പ്രാവശ്യം ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷം തിരിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ബസ്സിൽ കയറിയിട്ട് നമുക്ക് പോകാം. ഇതാണ് ആ ബസ് നിർത്തിയിടുന്ന സ്ഥലം. ബസ്സിൽ നിന്ന് തിരിച്ച് പോകുമ്പോഴും നമുക്ക് കുറേ ദൂരം ഇത്തരത്തിൽ സ്റ്റാച്യു കാണാം. പക്ഷേ ടിക്കറ്റ് കൗണ്ടറിൻ്റെ യഥാർത്ഥത്തിൽ നമ്മുടെ വണ്ടിയെല്ലാം പാർക്ക് ചെയ്യുന്ന, നമ്മൾ വന്ന് താമസിക്കുന്ന ഹോട്ടലൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്ന് പട്ടേൽ പ്രതിമ ഒട്ടും തന്നെ എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്ന രീതിയിലല്ല ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ ഇതിനടുത്തേക്ക് ബസ്സിൽ തന്നെ വരണം. വളരെ മനോഹരമാണ് രാത്രിയിലെ കാഴ്ച. ഇങ്ങനെ ദീപാലങ്കാരത്തോടുകൂടി ആ വഴി മുഴുവൻ അലങ്കരിച്ചിരിക്കുന്നു. ബസ്സിൽ പോകുമ്പോൾ തിരിച്ച് ടിക്കറ്റ് കൗണ്ടറും ഒക്കെയുള്ള ആ എൻട്രൻസ് ഗേറ്റിൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്ക് ഇപ്പോൾ എത്തി. ഇവിടെയാണ് ഫുഡ് കോർട്ടും എല്ലാം ഉള്ളത്. ഒരു ഫുഡ് കോർട്ടുണ്ട്. ഇതാണ് ഒരു ഫുഡ് കോർട്ട്. ഞങ്ങൾ വേറെ എവിടെയും ഫുഡ് ഓപ്ഷൻസ് ഒന്നും കണ്ടില്ല. പിന്നെ ഇതിൻ്റെ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച് അപ്പുറം പോകണം. അപ്പോൾ പോയി നോക്കട്ടെ എന്താണ് സ്ഥിതിഗതികൾ ഒന്നും അറിയില്ല. ഞങ്ങൾ റൂം എടുത്തിട്ടില്ല, ഫുഡ് കഴിച്ചിട്ടില്ല, ഒന്നും അറിയില്ല. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വന്ന് ഒരു ഹോട്ടൽ അന്വേഷിച്ചു. പെർ ഹെഡ് 450 കുട്ടികൾക്കും ആർക്കാണെങ്കിലും. അപ്പം ബിലോ 5 years ഇല്ല, എബോവ് 5 years ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്കത് അഫോർഡബിൾ അല്ല. പ്ലസ് 2000 എബോവ് വരും. അപ്പം ഞങ്ങൾ ഹോട്ടലിൻ്റെ ആംബിയൻസും റിസപ്ഷനും ഒക്കെ കണ്ടപ്പോൾ നല്ല സെറ്റപ്പാണ്, എന്നാൽ കുഴപ്പമില്ല, ഇത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഒന്ന് റൂം കാണട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ റൂം ചെന്ന് കണ്ടപ്പോൾ കോമൺ സാധാരണ ഒരു റൂം സാധാരണ ഞങ്ങൾക്ക് ഇതിലും ചീപ്പ് റേറ്റിൽ ഇതിലും ബെറ്റർ ഓപ്ഷൻസൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച്
വേറെ ഇതിനോട് അന്വേഷിച്ച് നോക്കാമെന്ന്. ഒന്നും കിട്ടിയില്ലെങ്കിൽ അവിടെ തന്നെ വന്ന് എടുക്കേണ്ടി വരും. ഞങ്ങളുടെ അടുത്ത് അടിപൊളി ടെൻ്റ് ഉണ്ട്, നല്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഏരിയയാണ്. പിന്നെ വേണമെങ്കിൽ ഞങ്ങൾ ഒന്നും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്ത് അരിയും തക്കാളിയും ഒന്നുമില്ല. അരിയുണ്ട്, തക്കാളിയൊക്കെ കളയേണ്ടി ചീഞ്ഞുപോയി. കാരണം ഞങ്ങളിനിപ്പോൾ സ്പീഡ് കാരണം നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് ഡേറ്റിന് എത്തണം എന്നുള്ളതുകൊണ്ട് മറ്റേ പരിപാടി കുക്കിംഗ് ഉപേക്ഷിച്ച് പറയാം. ഇനിയിപ്പം കണ്ടു കഴിഞ്ഞില്ലേ, സൗത്ത് ഇന്ത്യയുടെ അടുത്തെത്താനായി. അപ്പോൾ കുക്കിങ്ങിനോടൊന്നും വലിയ താല്പര്യമില്ല, വേഗം എത്തുക എന്നുള്ളതാണ്. കാരണം അതൊരു രീതിയിൽ കറക്റ്റ് തന്നെയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഫുഡും വെറൈറ്റി ഒന്നും ഇല്ല കേട്ടോ. ഈ അവിടെയൊക്കെയാണെങ്കിൽ നമ്മൾ ഫുഡും കുറെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യേണ്ടി. അതെ, ഇവിടെ ഫുഡ് എന്ത് റൊട്ടി അത് പിന്നെ ദാൽ തടുക്ക ഫുഡ് വെറൈറ്റി ഇല്ല. പക്ഷെ നമ്മൾ ആ സൈഡിലൂടെ വന്നപ്പോൾ നല്ല വെറൈറ്റി ആയിരുന്നു. നമുക്ക് ഈ ചപ്പാത്തി അങ്ങനത്തെ സംഭവങ്ങളൊന്നും തിന്നേണ്ടി വന്നിട്ടില്ല. അപ്പോൾ എല്ലാം വ്യത്യാസമായിരുന്നു. എന്തായാലും ഇവിടെ എത്തി ഞാൻ നോക്കട്ടെ. വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നല്ല അടിച്ചു പോകുന്നുണ്ട്, നല്ല ഇഷ്ടം. സ്റ്റാച്യു യൂണിറ്റി ആ സ്ഥലമൊക്കെ കണ്ടു കഴിഞ്ഞു. ഇന്ന് രാത്രി ഇവിടെ താമസിക്കാതെ ഇതിനടുത്തുള്ള ഏതെങ്കിലും ഒരു ടൗണിൽ ഒരു താമസ സ്ഥലം നോക്കുകയാണ്. അല്ലെങ്കിൽ ഇന്ന് രാത്രി ടെൻ്റ് ഇട്ട് കിടക്കേണ്ടി വരും. യൂണിറ്റി ബിൽഡിങ്ങിൻ്റെ സ്ഥലത്തുനിന്ന് പുറത്തേക്ക് പോകുമ്പോഴുള്ളൊരു ദൃശ്യമാണിത്. വളരെ മനോഹരമാണ്. എത്രയോ ദൂരത്തോളം ഇത്തരത്തിൽ അലങ്കരിച്ച് വളരെ മനോഹരമാണ് ഈ സ്ഥലം.